ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് പാറ്റേൺ മാച്ചിങ് അൽഗോരിതം ആണ്. ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു പാറ്റേൺ മാച്ചിങ്, യൂസ് ഓഫ് പാറ്റേൺ മാച്ചിങ്. അന്ന് കുറെ പേര് ആബ്സെന്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പാറ്റേൺ മാച്ചിങ്. പാറ്റേൺ മാച്ചിങ് ഈസ് നത്തിങ് ബട്ട് ടു സെർച്ച് എ പാറ്റേൺ ഓർ എ സ്ട്രിംഗ് വിത്ത് എം ലെങ്ത് ഫ്രം ദി എൻ ലെങ്ത് സ്ട്രിംഗ്. വിച്ച് മീൻസ് നമ്മൾ വലിയൊരു എൻ ലെങ്ത് ഉള്ള ഒരു ടെക്സ്റ്റ് കോമ്പിനേഷൻസ് ഒന്ന് പി ഡി എഫ് ഒന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒരു എം ലെങ്ത് സ്ട്രിങ്ങിനെ നമ്മൾ സെർച്ച് ചെയ്തു. ഓക്കെ, അതാണ് പാറ്റേൺ മാച്ചിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു വലിയൊരു ഡോക്യുമെന്റ് ഉണ്ട്. ആ ഡോക്യുമെന്റ് നിങ്ങളുടെ നെയിം സെർച്ച് ചെയ്യുന്നത് എക്സാമ്പിൾ ഓഫ് പാറ്റേൺ മാച്ചിങ്. ദർ ആർ ലോട്ട് ഓഫ് അൽഗോരിതംസ് ടു provide the pattern matching. Then what applications are text editors, search engine, DNA sequencing, and network security. ഇവിടൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? പാറ്റേൺ മാച്ചിങ് യൂസ് ചെയ്യുന്നുണ്ട്. പാറ്റേൺ മാച്ചിങ്. Okay, there are a variety of pattern matching algorithms based on the time complexity. That algorithms are varies based on the time complexity. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് അൽഗോരിതം, ഏറ്റവും വേസ്റ്റ് അൽഗോരിതം ഒക്കെ ഉണ്ട്. നമുക്ക് ഏറ്റവും പെട്ടെന്ന്, ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പി ഡി എഫ് എന്നൊരു ഡാറ്റ സെർച്ച് ചെയ്യണം. പി ഡി എഫ് എന്നൊരു ഡാറ്റ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് ഈ പാറ്റേൺ മാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ സെർച്ച് ചെയ്യുന്നത് എ ബി സി ആണ് സെർച്ച് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് എ ബി സി എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ഈ ഒരു എൻ ലെങ്ത് സ്ട്രിംഗിൽ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഏറ്റവും സ്പീഡായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അത് ഔട്ട്പുട്ട് തരണം. യെസ്, എന്തെന്നുള്ളത് അത് നമുക്ക് കാണിക്കാം. ഓക്കെ, നിങ്ങളൊരു പാറ്റേൺ മാച്ചിങ് സെർച്ച് ചെയ്യുന്ന സമയത്ത് പാറ്റേൺ സെർച്ച് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ, എ ബി സി എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് ഒരു യെല്ലോ കളറിലൊക്കെ പി ഡി എഫിൽ ഇങ്ങനെ കാണിക്കും. ഇവിടെ എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് പാറ്റേൺ മാച്ചിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. Okay, what are the type of pattern matching algorithm? First one, the basic algorithm is called the naive pattern matching algorithm. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അൽഗോരിതം. നിങ്ങളോട് ചോദിക്കുകയാണ് എക്സ്പ്ലെയിൻ ദ അൽഗോരിതം ഓഫ് പാറ്റേൺ മാച്ചിങ് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അൽഗോരിതം നൈവ് മെത്തേഡ് ആണ്. നൈവ് ഈസ് നിങ്ങളെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങളുടെ സിലബസിലുള്ള അൽഗോരിതം ആണ്. നൈവ് മെത്തേഡ് പാറ്റേൺ മാച്ചിങ് അൽഗോരിതം. Which compare the pattern with the text of every possible position. Very, very important. Every possible position. Okay, the time complexity takes worst case is order of n when the pattern found early, which is matching time complexity. Matching time complexity. Then you have the worst case mismatch time complexity. The mismatch time complexity order of m ആണ്. You can see how it becomes order of n and order of m. നമുക്ക് അത് എക്സാമ്പിൾ നോക്കാം. Then the worst case algorithm is order of mn. The worst case time complexity is order of n mn when all the characters are compared with each shift. Okay, ആ ഒരു ടൈമിലാണ് the post എന്താണ് order of mn ആവുന്നത്. You can see the all example how to become order of n and how to become order of mn in the worst case. Then advantages are simple to implement and disadvantages to inefficient to large text or pattern because we have to search every possible position. That is a exhaustive search when we have large number of patterns or large number of text. Okay, then how the pattern matching works. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഒരു പാറ്റേൺ, ഒരു സ്ട്രിംഗ് ഉണ്ട്. ഈ സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കാം, നമുക്ക് എ ബി, ദിസ് ഈസ് അവർ സ്ട്രിംഗ്. ഞാൻ ഷോർട്ട് ആക്കി കൊടുത്താട്ടോ. നമുക്ക് എൻ ലെങ്ത് സ്ട്രിംഗ് ഉണ്ടാവും. ഇവിടെ നമ്മൾ എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആണ്. 1 2 3 4 5. ഓക്കെ, എനിക്ക് തീർച്ചയായും പാറ്റേൺ എന്ന് പറഞ്ഞാൽ ദിസ് മൈ പാറ്റേൺ എ ബി. ഇതാണ് ഇതിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ പാറ്റേൺ മാച്ചിങ് algorithm naive method is suggest that first a pattern, okay, first position is compared with the strings first position. Okay, ഇത് മാച്ച് ആണോ? യെസ്, ഇത് മാച്ച് ആണ്. Then next ഇവർ തമ്മിൽ കമ്പയർ ചെയ്യും, മാച്ച് ആണ്. Then ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മിസ് മാച്ച് ആണ്. ഇപ്പൊ മിസ് മാച്ച് ആയി കഴിഞ്ഞാൽ this pattern is shifted to right position. Okay, ഒരു പൊസിഷൻ എന്ത് ചെയ്തു? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. Then എന്ത് ചെയ്തു? എഗെയിൻ എന്ത് ചെയ്തു? ഈ എയും കമ്പയർ ചെയ്തു, മാച്ച് ആണ്. ഈ എയും കമ്പയർ ചെയ്തു, മാച്ച് ആണ്. Then ഈ ബിയും കമ്പയർ ചെയ്തു, മിസ് മാച്ച് ആണ്. അപ്പൊ ടോട്ടൽ ഇവിടെ 3 കമ്പാരിസൺ നടന്നു, ഇവിടെയും 3 കമ്പാരിസൺ നടന്നു ടോട്ടൽ. നെക്സ്റ്റ് അടുത്ത നോക്കിക്കേ, അടുത്തതാ എ
മിസ്മാച്ച് ആയപ്പോൾ എന്ത് ചെയ്തു, ഒരു പൊസിഷൻ ഷിഫ്റ്റ് ചെയ്തു, ബി. ഈ എയും കമ്പയർ ചെയ്ത മാച്ച് ആണ്, ഈ എയും കമ്പയർ ചെയ്ത മാച്ച് ആണ്, ബിയും കമ്പയർ ചെയ്ത മാച്ച് ആണ്. ഓക്കെ, ടോട്ടൽ 3 കമ്പാരിസൺ, വി ഗോട്ട് ദ സക്സസ്ഫുൾ മെസ്സേജ്. ഓക്കെ, നമുക്ക് അവിടെ ഒരു പാറ്റേൺ അവിടെ ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് കിട്ടി, സക്സസ് ആണ്. ബി എന്ന് പറഞ്ഞാൽ ഈ പാറ്റേൺ മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളവിടെ സ്ട്രിങ്ങിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ ടോട്ടൽ നമ്മൾ എത്ര ചെക്കിംഗ് നടത്തി ടോട്ടൽ നമ്മൾ ചെക്കിംഗ് നടത്തിയത് 9 ആണ്. 3+3+3 ആണ്. അപ്പൊ നമുക്ക് വി ക്യാൻ സേ ദ നമ്പർ ഓഫ് ചെക്കിംഗ് ഈക്വൽ ടു number of checking in naive method. In naive method, we can say the general formula is n into m minus m into n minus m plus 1. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ചെക്കിംഗ് നോക്കുക. അവിടെ എമ്മിന്റെ വാല്യൂസ് ആണ്, എമ്മിന്റെ വാല്യൂ 3 ആണ്. പാറ്റേണിന്റെ ലെങ്തിനാണ് നമ്മൾ എം എന്ന് പറയാം. ലെങ്ത് ഓഫ് പാറ്റേൺ ടു ബി സെർച്ച്, പാറ്റേൺ ഈക്വൽ ടു എം. ലെങ്ത് ഓഫ് ദി ടെക്സ്റ്റ് ഈസ് കോൾഡ് എൻ. ഇതാണ് എൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നോക്കാം, 3 into 5 minus 3 plus 1 which is equal to 3 into 3. 3 into 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. 5 minus 3 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 plus 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 into 3 9 ആണ്. നമുക്ക് നമ്പർ ഓഫ് ചെക്കിംഗ് കിട്ടി. ഇവിടെ കണ്ടോ, ടോട്ടൽ നമ്പർ ഓഫ് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ 9 ആണ്. Then how to calculate the time complexity എന്നാണ്. ഇത് എഴുതിയെടുക്കണം കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണം. Then how to calculate the time complexity from this equation. Okay, let's see. We have the equation of m into n minus m plus 1 for number of checking, then mn minus m square plus m. Okay, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഞാൻ എമ്മിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും അപ്പർ ബൗണ്ട് വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ടി ഓഫ് എൻ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, ഓർഡർ ഓഫ് എം എൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ എമ്മിന്റെ വാല്യൂ നേരത്തെ 3 ആയിരുന്നു, എന്നിന്റെ വാല്യൂ എന്തായിരുന്നു, n ഈക്വൽ ടു 5 ആയിരുന്നു. അപ്പൊ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആർക്കാക്കിയിരുന്നത്, ഓക്കെ ഇവിടെ എത്രയാണ്, എം ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എം ഇൻറ്റു എന്ന് പറയുമ്പോൾ 3 into 5. ഓക്കെ, ഇവിടെ എന്ത് വരും, ഇവിടെ നമുക്ക് 3 സ്ക്വയർ ആകുക. ഇവിടെ എന്ത് വരും, പ്ലസ് എന്ത് വരും, നമ്മുടെ എം എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഇത് 15 ആണ്, ഇത് 9 ആണ്, ഇത് 3 ആണ്. ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എം എൻ ആണ്. ദെൻ വി ക്യാൻ ചൂസ് ദി അപ്പർ ബൗണ്ട് ആസ് എം എൻ. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിലാണ് നമ്മൾ വേഴ്സ്റ്റ് കേസ് എം എൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പൊ ഇതാണ് വേഴ്സ്റ്റ് കേസ് റണ്ണിങ് ടൈം complexity of naive method. Okay, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ naive method every character is checked with the characters in the text, or you can say every possible position are to be compared. ഇതാണ് നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത്. എല്ലാ പൊസിഷനും കമ്പയർ ചെയ്യുന്നുണ്ട്. This is our naive method. ഇത് നോക്കാം, ഇവിടെ നമുക്ക് ഫോർ എക്സാമ്പിൾ ബെസ്റ്റ് കേസ് എന്ന് പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് എൻ ആണെന്ന് പറഞ്ഞു. ഇവിടെ നോക്കിക്കുക, അങ്ങനെ പറഞ്ഞാൽ ഇതാണ് എന്റെ ടെക്സ്റ്റ് ബി. ഓക്കെ, ഇതാണ് എന്റെ 4 n ലെങ്ത് ആണ്, n equal to 4. എന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ആണ്. എന്റെ പാറ്റേൺ ഈക്വൽ ടു എ ആണ്. എനിക്ക് സെർച്ച് ചെയ്യേണ്ടത് എമ്മിന്റെ വാല്യൂ 2 ആണ്. ഇവിടെ നോക്കിയിട്ട് ഈ എയും കമ്പയർ ചെയ്തു, ഈ 2 കമ്പാരിസണിൽ തന്നെ എനിക്ക് എന്ത് കിട്ടി, സക്സസ്ഫുൾ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാറ്റേൺ ഇതിലുണ്ട്, സക്സസ് കിട്ടി. ഓക്കെ, അപ്പൊ നോക്കിയിട്ട് എത്ര കമ്പാരിസൺ ആണ് നടത്തിയത്, 2 കമ്പാരിസൺ ആണ്. 2 എന്ന് പറഞ്ഞാൽ എന്താണ്, വാല്യൂ ഓഫ് എം ആണ്. ഓക്കെ, അപ്പൊ വി ക്യാൻ സേ ദ ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇൻ മാച്ചിങ് നമുക്ക് എത്ര കമ്പാരിസൺ നടത്തിയാൽ മതി, ഓൺലി 2 കമ്പാരിസൺ മതി. then you can say order of m എന്ന് പറയാം. ഇനി നിങ്ങൾക്ക് നോക്കാം,
mismatch best case ഉണ്ട്. mismatch best case. Okay, ഇതിന്റെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഇവിടെ നോക്കിക്കേ, എ എ എ ബി ആണ് mismatch. സോറി, ടെക്സ്റ്റ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാറ്റേൺ ഇല്ല, എക്സ് എ എന്ന് പറഞ്ഞ പാറ്റേൺ ആണ്. ഇവിടെ നമ്മളെ 4 സൈസ് n, ഇവിടെ n ആണിത്, m ഈക്വൽ ടു 2 ആണ്. ഈ എക്സും എയും കമ്പയർ ചെയ്തു, മിസ്മാച്ച് ആയി. എന്ത് ചെയ്തു, ഒരു പൊസിഷൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഈ എക്സും എയും കമ്പയർ ചെയ്തു, മിസ്മാച്ച് ആയി. ഓക്കെ, അപ്പൊ ഒരു കമ്പാരിസൺ ഇവിടെ നടന്നു, ഇവര് തമ്മിൽ. അടുത്ത കമ്പാരിസൺ ഇവര് തമ്മിൽ നടന്നു, അതായത് ഇവര് തമ്മിൽ നടന്നു. എന്താ അടുത്തത്, എന്ത് ചെയ്തു, മിസ്മാച്ച് ആയി. എക്സും എയും, ഈ എക്സും എയും കമ്പയർ ചെയ്തു, മിസ്മാച്ച് ആയി. ഈ എക്സും ബിയും കമ്പയർ ചെയ്തു, മിസ്മാച്ച് ആയി. ഇവിടെ നോക്കിക്കേ, ഈ എക്സ് തന്നെ ഫസ്റ്റ് ലെറ്റർ തന്നെ മിസ്മാച്ച് ആവുകയാണ്. ഫസ്റ്റ് ലെറ്റർ മിസ്മാച്ച് ആവുന്ന കേസ്, ഫസ്റ്റ് ലെറ്റർ മിസ്മാച്ച് ആവുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ലെറ്ററും ഇത് മാത്രമേ കമ്പയർ ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് ലെറ്ററിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഫസ്റ്റ് ലെറ്റർ തന്നെ മിസ്മാച്ച് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലെറ്റർ മിസ്മാച്ച് ആവുന്ന കേസിൽ നമ്മൾ എത്ര മിനിമം എത്ര സെർച്ചിങ് എടുക്കും? 1 2 3 4 4 കമ്പാരിസൺ നമ്മൾ എടുക്കും, 4 കമ്പാരിസൺ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് ദി പാറ്റേൺ, സോറി, ലെങ്ത് ഓഫ് ദി ടെക്സ്റ്റ്, ഓർ യു ക്യാൻ സേ ദ ബെസ്റ്റ് case running time complexity is order of n when the first character mismatch itself. When the first character mismatch very important ആട്ടോ, itself. ഫസ്റ്റ് ക്യാരക്ടർ തന്നെ മിസ്മാച്ച് ആകുന്ന കേസിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഓർഡർ ഓഫ് n എടുക്കുക. ഇതാണ് നമ്മുടെ പാറ്റേൺ മാച്ചിങ് നെയിം മെത്തേഡ് എന്ന് പറയുന്നത്. പാറ്റേൺ മാച്ചിങ് നെയിം മെത്തേഡ് എന്ന് പറയുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പാറ്റേൺ മാച്ചിങ് നെയിം മെത്തേഡ് നോക്കിക്കേ, അൽഗോരിതം നോക്കിക്കേ. അൽഗോരിതം ഇതാണ് പറയുന്നത്, നെയിം പാറ്റേൺ സെർച്ച്. പി ആൻഡ് പി ഉണ്ട്. പി എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ആണ്, പി എന്ന് പറഞ്ഞാൽ പാറ്റേൺ ആണ്. ഇതിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ എ ബി വരും. പാറ്റേണിലോട്ട് നമ്മൾ എ ബി ആയിക്കോട്ടെ, ഇത് വരും. ഇത് നോക്കിക്കേ, എമ്മും എന്നും കണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എം എൻ നമ്മൾ ഡിസൈഡ് ചെയ്തു, സോറി ഡിഫൈൻ ചെയ്ത് കൊടുത്തു. The length of the text and m is the length of the pattern. Then we have 2 loops, for loop and j loop. You can see here for loop start from the 0 and iterated up to n minus m, which means which iterated up to, if we have 4 here, then 4 minus 3 iterated up to 1 0 to 1. Okay, clear. Then first we have a match variable which is assigned as true value. Okay, match എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, അത് ഞാൻ ട്രൂ ആക്കി കൊടുത്തു. Then j is used to check with the every value in the pattern value ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എവിടെ പോകണം, 0 മുതൽ ഇവിടെ വരെ പോകണം. അതായത് 3 ആണ് നമ്മളെ വാല്യൂ എങ്കിൽ 0 1 2 വരെ നമുക്ക് മൂവ് ചെയ്യണം. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഫസ്റ്റ് മാച്ച് നമുക്ക് കാണുന്നത് എവിടെയാണോ അവിടെ നമുക്ക് സക്സസ് ആവും, ഫസ്റ്റ് മാച്ച് കാണുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം, j equal to 0, j less than m minus 1 is true. Okay, j less than m minus 1, so m value is now 3. M value equal to 3, j is true. Then p of I plus j, what is the value of I? I is now 0. I plus j value also 0. Okay, 0 0, this is our 0 1 2 3. I plus j, 0 0 not equal to pj, not equal to pj, not equal to pj. P of j means pattern of j, pattern of j means P of p means like here, A B, 0th index, first index, second index. Then T means like this, A B, 0 1 2 3. Now the value of I equal to 0, value of j equal to 0. Then P of j is not equal to P of I plus j. I plus j means 0 plus 0 1. Sorry, 0 plus 0 0. This compare with this, which is not equals means the match value becomes false. So this condition is not true, then the match value will not update as false. Then the loop updated into 1. Okay, which value? For j value updated into 1. Okay, then this a P of I plus j means this a, P of I plus j means this a, compare with P of j. P of j means P of 1. This is also compare, these two compare. This is not equal to means this condition is false, then match will not update as false, then match now also match is true.
Then next I value, j value becomes 2. J value becomes 2. Then I plus j means I plus j is this value compared with this value, which is the I plus j not equal to p of j, which is 2. Match is false, then break, which will this algorithm jump out of the loop. Okay. അതായത് ഇവിടെ എന്താണ്, ഇവിടെ ഈ ബിയും എയും എന്താണ്, ഫാൾസ് ആണ്. ഈ ബിയും എയും ഫാൾസ് ആയതുകൊണ്ട് then the algorithm become algorithm jump out of the loop. Okay, next എന്താ ചെയ്യുന്നത്? Okay, ഇത് ബ്രേക്ക് ചെയ്തു. Then നോക്കാം, then the for loop is updated into 1. For loop increment up to 1. For loop എവിടെ വരെ increment ചെയ്യും? Up to 1. Less than or equal to 1 വരെ, or okay, less than or equal to 1 വരെയാണ് update move ചെയ്യുന്നത്. Okay, to 1 വരെ പോകും. Okay, next നോക്കിക്കേ, match also true. Then for j equal to 0, j less than m1, j will start again. Okay, sorry, 0 1. J again start with 0. J again start with 0. Then what happens? T of I plus j. I value 1, then j value 0. P of I not equal to P of j, which is false. Then j value become 1. J value become 1. Then 2 compare with the first position. 2 compare with the first position, which is also false. Then which means equals not equals to the false on equal on. Then next compare with b with compare. Okay, this will not check again. Then first one, this check. Okay, this is 2. Then sorry, this check with the this a check with this one. Okay, 0 നോക്കില്ല, കാരണം 1 മുതലേ നോക്കുള്ളൂ. കാരണം എന്താ, ഇത് എഴുതി നോക്കിയിട്ട് കാര്യമില്ല. ദെൻ അടുത്തത് എന്ത് ചെയ്തു, ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനാണ് I plus j. ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. ദെൻ ഈ a എന്ത് ചെയ്തു, ഇതുമായിട്ട് ചെക്ക് ചെയ്തു. Then next എന്ത് ചെയ്തു, b ഇതുമായിട്ട് ചെക്ക് ചെയ്തു. This is true. Then the result will print the match found at the index I. Index I യുടെ വാല്യൂ എന്താണ്, മാച്ച് എവിടെ നിന്നാണ് ഫൗണ്ട് ചെയ്തത്, I എന്ന് പറയുന്നത്. അതായത് I യുടെ വാല്യൂ എത്ര, 1ലാണ് ഫൗണ്ട് ചെയ്തത്. അതായത് എവിടെയാണോ ഫൗണ്ട് ചെയ്തത് അതിന്റെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ആണ് പ്രിന്റ് ചെയ്യുക. ഏതാണോ ഫൗണ്ട് ചെയ്തത് അതിന്റെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് ആണ് പ്രിന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ നോക്കാം എന്താ ചെയ്യുന്നത്, എന്താ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് A B എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഓക്കെ, ഇതാണ് എന്റെ ടെക്സ്റ്റ്. Then we have a pattern called AAB. അപ്പൊ ആദ്യം തന്നെ ഇവര് തമ്മിൽ ചെക്ക് ചെയ്തു, മാച്ചായി. ഇവര് തമ്മിൽ ചെക്ക് ചെയ്തു, മാച്ചായി. ഇവര് തമ്മിൽ ചെക്ക് ചെയ്തു, മിസ് മാച്ച് ആയി. Then എന്ത് ചെയ്തു, ഈ ലൂപ്പ് എന്ത് ചെയ്തു, I plus j എന്ത് ചെയ്തു, ഒന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. Then എന്ത് ചെയ്തു, ഈ ആയിട്ട് ഈ മാച്ചിങ് നമ്മൾ നോക്കൂല. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് പൊസിഷനിലുള്ളതായിട്ടാണ് നോക്കുക. നമ്മൾ ഫസ്റ്റ് പൊസിഷൻ ഇവരുമായിട്ട് നോക്കി, ഓക്കെ, ഇവരുമായിട്ട് നോക്കി, ഓക്കെ, ഇതുമായിട്ട് നോക്കി, ഓക്കെ, സക്സസ്ഫുൾ. This is our pattern matching algorithm. Then we have another called KMP algorithm, used to more start. Okay, KMP algorithm, which utilize the pre-processing steps to create a partial match and prefix suffix table to avoid unnecessary comparison. So നോക്കിക്കേ, ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ നോക്കാം, AAB എന്ന് പറഞ്ഞാൽ AAB. Then we have pattern AAB. ഇവിടെ നോക്കിക്കേ, ഇവര് തമ്മിൽ കമ്പയർ ചെയ്തു, എയും ഇതും എയും കമ്പയർ ചെയ്തു. നെയ്വിലാണെങ്കിൽ നെക്സ്റ്റ് എന്ത് ചെയ്തു, ഇത് മിസ്മാച്ച് ആവുന്ന സമയത്ത് ഒന്നും കൂടി ഷിഫ്റ്റ് ചെയ്തു, AAB. പിന്നെ ഈ എയും കമ്പയർ ചെയ്തു. അപ്പൊ ഇതൊരു അൺനെസസറി മാച്ച് ഒരു കമ്പാരിസൺ ആണ്. കാരണം എന്താ, ഇത് ഓൾറെഡി A ആണെന്നുള്ളത് അറിയാം, ഇതൊരു അൺനെസസറി കമ്പാരിസൺ ആണ്. അപ്പൊ ആ അൺനെസസറി കമ്പാരിസൺ എന്ത് ചെയ്തു, KMP റെഡ്യൂസ് ചെയ്തിട്ട് അതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ത് ചെയ്തു, ഓർഡർ ഓഫ് M എന്നതിന് പകരം എന്ത് ചെയ്തു, സെർച്ചിങ് എന്ത് ചെയ്തു, M എന്നതിന് പകരം N ആക്കി കുറച്ചു ടൈം കോംപ്ലക്സിറ്റി. എഫിഷ്യന്റ് ഫോർ ലാർജ് പാറ്റേൺ ഉണ്ട്, റിപ്പീറ്റീവ് ടെക്സ്റ്റ്. ഓക്കെ, ദെൻ കോംപ്ലക്സ് ആണ് പ്രീ പ്രോസസിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ടേബിൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യണം, പ്രിഫിക്സ് സഫിക്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ദിസ് ഈസ് കോംപ്ലക്സ്. പക്ഷേ ടൈം കോംപ്ലക്സിറ്റി എന്താണ്, കുറവാണ്. നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഇതിനെ മാച്ച് ചെയ്യാം. ഓക്കെ, പാറ്റേൺ മാച്ചിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും. ലാർജ് ടെക്സ്റ്റിൽ എന്താണ് പോസിബിൾ ആണ്. ഇതാണ് KMP അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, KMP അൽഗോരിതത്തിന്റെ യൂസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. It's faster than naive method and which is applicable for the large text or the large PDF. Then we have for example ഞാൻ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ഇപ്പൊ ഈ പാറ്റേൺ എവിടെയൊക്കെ ഫൗണ്ട് ചെയ്തിട്ടുണ്ട്, ഈ AABA എന്ന് പറയുന്നത് AABA ഫസ്റ്റില് അല്ലെ, സീറോ ടെക്സ്റ്റിൽ സീറോ ഇൻഡെക്സും നമുക്ക് കിട്ടി. നോക്കിക്കേ, അടുത്തത് AABA കണ്ടോ, 9th ഇൻഡെക്സിൽ കിട്ടി. അടുത്തത് AABA 13. ഈ 3 ഇൻഡെക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്,
പാറ്റേൺ മാച്ച് ആവുന്നത് ആ 3 ഇൻഡെക്സും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഔട്ട്പുട്ടിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിന്റെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് മാത്രമാണ് പ്രിന്റ് ചെയ്യുക, സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് മാത്രമാണ് പ്രിന്റ് ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിച്ചു. ഇത് നമുക്ക് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് ആണ്. നിങ്ങൾ സിയിൽ പഠിച്ച സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ്. സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് ഫസ്റ്റ് വൺ strlen നമുക്ക് യൂസ് ടു ഫൈൻഡ് ലെങ്ത്. ഓക്കെ, ലെങ്ത് ആണ്. ഓക്കെ, എക്സ്ക്ലൂഡിംഗ് ദ നൾ ടെർമിനേറ്റർ. നൾ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഈ ഇതിന്റെ ഒഴികെയുള്ള ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. റിട്ടേൺ ദി ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ്. ഇതാണ് അതിന്റെ പ്രോട്ടോടൈപ്പ്. സൈസ് d strlen കോൺസ്റ്റന്റ് char str ഒക്കെ നിങ്ങൾ സിയിൽ പഠിച്ചതാണ്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. നമുക്ക് char str hello എന്ന് പറയുന്നതുണ്ട്. നമ്മൾ എന്തെങ്കിലും printf ലെങ്ത് strlen എന്ന് കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 എന്ന് പറഞ്ഞ പ്രിന്റ് ചെയ്യും. ഓക്കെ, excluding the null terminator, which means hello എന്ന് ഇങ്ങനെ നമ്മൾ സ്ട്രിംഗ് അറേയിൽ സേവ് ചെയ്യാം. HELL then /0 അല്ലെ, സോറി /0 ഉണ്ട്. അപ്പൊ ഈ /0നെ ഒഴിവാക്കിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലെങ്ത് പ്രിന്റ് ചെയ്യാം എന്നുള്ളത് ക്ലിയർ ആക്കാം. Then strcpy, which is used to copy a string to another. അല്ലെ, ഇവിടെ നോക്കിക്കേ, ഡസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ഉണ്ട്. നമുക്കൊരു ഡസ്റ്റ് എന്ന് പറയുന്ന ഒരു അറേ ഉണ്ട്, സ്ട്രിംഗ് അറേ ഉണ്ട്. അതുപോലെ തന്നെ src അറേയിൽ വേർഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു കോപ്പി ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു, strcpy ഡസ്റ്റ് src എന്ന് പറഞ്ഞ കോൾ ചെയ്താൽ ഈ srcയിലുള്ള വാല്യൂ എന്ത് ചെയ്തു, ഡസ്റ്റിലേക്ക് കോപ്പി ചെയ്തു. അതായത് എന്ത് ചെയ്തു, വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് എങ്ങോട്ട് കോപ്പി ചെയ്തു, വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഡസ്റ്റിലോട്ട് കോപ്പി ചെയ്തു. നമുക്ക് ഈ ഡസ്റ്റ് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എന്താ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക, വേൾഡ് എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടുക. കാരണം എന്താ, ഇതിലോട്ട് കോപ്പി ചെയ്തു. strcpy is used to copy the string from another stringer. Then next, concatenation, which means combining two string array. Combine two string array. Hello world and hello world. Okay, it means we have str1 and str2. str1, str2 means combining, or you can say concatenating the thing. Then you can print either str. Okay, which means str1 ആണ് str2 കമ്പൈൻ ചെയ്യുന്നത്. അപ്പൊ str1 പ്രിന്റ് ചെയ്താലേ നമുക്ക് ഇത് കിട്ടുള്ളൂ. str2 തന്നെ എന്താണ്, എന്ത് തന്നെയാണുള്ളത്, വേർഡ് തന്നെയാണുള്ളത്. ഓക്കെ, str1, str2 means str2ലുള്ള വാല്യൂവിന് str1ലോട്ട് കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ, then str1 എന്നാണ് കൊടുത്തതെങ്കിൽ str1ലുള്ളതിന് str2ലോട്ട് കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ കൺസെപ്റ്റ് എന്നുള്ളത്. അപ്പൊ എന്താണ്, ഹലോ വേൾഡ് എന്നാണ് പ്രിന്റ് ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, കമ്പാരിസൺ. strcmp is used to compare the two strings lexicographically. Lexicographically means alphabetically നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇവിടെ നോക്കാം, abc and abd, we have two strings. Then compare strcmp, we have a end result which returns the integer value either 0 or greater than 0 value, either greater than 0 value or less than 0 value. If both are matched, then it will return the 0. Okay, എങ്ങനെയാണ് നമുക്ക് ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 0 ഉള്ള വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കി, ഇവിടെ -1 ആണ്, നമുക്ക് റിട്ടേൺ ചെയ്തത്. ഓക്കെ, അതെന്താ, ഈ രണ്ട് സ്ട്രിംഗ് തമ്മിൽ എന്തില്ല, ഈ രണ്ട് സ്ട്രിംഗ് തമ്മിൽ മാച്ച് അല്ല എന്നുള്ള മീനിങ് ആണ്. അതുകൊണ്ടാണ് -1 റിട്ടേൺ ചെയ്തത്. ഒന്ന് നോക്കാം, strcmp, str1, str2 എന്ന് പറയാൻ നോക്കാം. ഏതൊക്കെയാണ് 0 ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ രണ്ട് സ്ട്രിങ്ങും ഈക്വൽ ആണെന്നുള്ളതാണ്. Then greater than 0 ആണെങ്കിൽ string 1 is lexicographically greater than string 2. അതായത് നോക്കാം, എയും എയും സെയിം ആണ്, ബിയും സെയിം ആണ്. ഇവിടെ സിയും ഡിയും നിൽക്കുന്ന സമയത്ത് നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എ ബി സി ഡി, സി കഴിഞ്ഞിട്ടാണ് ഡി. അപ്പൊ ഡി ആണ് ഗ്രേറ്റർ ആയിട്ട് വരുന്നത്, സി ആണ് ചെറുതായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, str1 എന്ന് പറയുന്നത് abc ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ str2. ഡിയുടെ കാര്യം ചെറുതാണ്, ലെസ് ആണ്. ലെക്സിക്കോഗ്രാഫിക്കലി ഓർഡർ വെച്ച് നോക്കുമ്പോൾ സി എന്ന് പറയുന്നത് ഡിയുടെ ബാക്കിലാണ്. ദാറ്റ്സ് വൈ വി ഹാവ് ദ ഔട്ട്പുട്ട് -1. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Then if the value is greater than the value which means which gives the positive result, sorry, str1 is okay. ഞാൻ പറഞ്ഞത് നേരെ മാറിപ്പോയി കേട്ടോ.
ഇവിടെ നോക്കാം, ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഇത് പൊസിഷൻ ആണ്. ഇവിടെ ലെക്സിക്കോഗ്രാഫിക്കലി ഇത് ഗ്രേറ്റർ ആണ്. ലെക്സിക്കോഗ്രാഫിക്കലി സിക്കാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. നമ്മൾ ABC അങ്ങനെയാണല്ലോ, ഇത് ഗ്രേറ്റർ ആണ്. ഓക്കെ, ഗ്രേറ്റർ ആയതുകൊണ്ട് എന്ത് ചെയ്തു, ഇവിടെ നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ്. ഇവിടെ നമുക്ക് -1 ആണ് റിസൾട്ട് കിട്ടിയത്. -1 റിസൾട്ട് കിട്ടാനുള്ള റീസൺ എന്താണ്? ഇതാ, ഇവർ കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഓർഡർ തന്നെയാണ്. ഇതിലേക്ക് പോകുന്നതോറാണ് ലെക്സിക്കോഗ്രാഫിക്കലി ഹയർ ആയിട്ട് വരിക കേട്ടോ. ഹയർ ഏതാണ്? ഡി വലുതാണ്, സി ചെറുത് തന്നെയാണ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇവിടെ -1. ഓക്കെ, മാറ്റമൊന്നുമില്ല. ഇത് നോക്കുക, ഇവിടെ എന്താണ്, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്താണ്, ഇത് STR ഇവിടെ ലെസ് ദാൻ ആണ്. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ പോസിറ്റീവ് റിസൾട്ടും, ഗ്രേറ്റർ ദാൻ 0 റിസൾട്ടും, ലെസ് ദാൻ ആണെങ്കിൽ എന്താണ്, മൈനസ് വാല്യൂ റിസൾട്ടും ആണ് വരും. അതായത് ഇവിടെ നമുക്ക് എന്താണ്, ഒരു മൈനസ് റിസൾട്ട് ആണ് വന്നത്, വിച്ച് ഈസ് STR1 ഈസ് ലെക്സിക്കോഗ്രാഫിക്കലി ലെസ് ദാൻ STR2, വിച്ച് ഈസ് സി കഴിഞ്ഞിട്ടാണ് ഡി വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഹൈയസ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മൾ സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻ. പാറ്റേൺ മാച്ചിങ് അൽഗോരിതം നോക്കുക, നല്ല രീതിയിൽ നോക്കുക. ഏതൊക്കെയാണ് നെയ്വ് മെത്തേഡിന്റെ ടൈം കോംപ്ലക്സിറ്റി കാര്യങ്ങൾ നോക്കുക. അതിന്റെ അൽഗോരിതം പഠിക്കുക. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള അൽഗോരിതം ആണ്. എക്സാമ്പിൾ പഠിക്കുക, ഇവിടെ എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട്, എക്സാമ്പിൾ പഠിക്കുക. Then KMP just നോക്കുക എന്തൊക്കെയാണ്, what is the difference between KMP and the leave method. Then what are the different string pattern matching algorithm, string handling function. ഇവിടെ 5 പഠിച്ചു വെക്കുക കേട്ടോ. നിങ്ങൾ സിയിൽ പഠിച്ചതാണ്. ഓക്കെ, ബാക്കിയുള്ളതും കൂടെ പഠിച്ചു വെക്കുക. സിയിൽ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മള് കംപ്ലീറ്റ് ചാപ്റ്റർ കഴിഞ്ഞു. എന്തായാലും ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. എക്സാമിന് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എക്സാം എഴുതണം. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് സീലിംഗ് മാർക്കുള്ളതാണ്. അതായത് എസ്എ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഏതോ ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ഹയസ്റ്റ് മാർക്കിന് ബാക്കി ഷോർട്ട് എസ്സേയും അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യന്റെയും നിങ്ങൾ എല്ലാം ഓക്കെ അറ്റൻഡ് ചെയ്യണം. സീലിംഗ് മാർക്കാണ്. ഓക്കെ.